സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറങ്ങി. മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത്. ആർ.ബി. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, നിർണായകമായ മാറ്റങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുന്നു. എങ്ങനെയൊക്കെയാണ് പരിഷ്കരണം, എങ്ങനെയാണ് നടപ്പാക്കുന്നത്? വിവരങ്ങൾ. സൈഫുദ്ദീൻ, വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിൽ വന്നിരിക്കുന്നത്. നേരത്തെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ പ്രഖ്യാപിച്ചത്. ഇതിനായി അദ്ദേഹം 10 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. മെയ് 1 മുതൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രാബല്യത്തിൽ വരും. ഇതിൽ പ്രധാന നിർദ്ദേശങ്ങൾ: ഒന്ന്, ഈ നേരത്തെ ഉണ്ടായിരുന്ന എച്ച് രീതി, കാറുകൾക്കുള്ള ടെസ്റ്റിംഗ് രീതിയായിട്ടുള്ള എച്ച് മാറ്റി പകരം പുതിയ ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരിച്ചു. ഇതിൽ വിവിധ മാറ്റങ്ങൾ ഈ ഗ്രൗണ്ട് ടെസ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, വിവിധ തരത്തിൽ വാഹനം പാർക്ക് ചെയ്യണം ഉള്ള പരിശോധന ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ എച്ച് എടുത്ത് നമുക്ക് മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കയറ്റത്തിൽ നിർത്തേണ്ടി വരും. അതുപോലെ തന്നെ അതേ രീതിയിൽ റിവേഴ്സ് എടുക്കേണ്ടി വരും. അത്തരത്തിൽ നിരവധി മാറ്റങ്ങൾ ഈ ഗ്രൗണ്ട് ടെസ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളൊന്ന്. അതുപോലെ ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് നടത്തുമ്പോഴേക്കും നേരത്തെ ഈ MIT പോലെ കയ്യിൽ ഗിയർ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ കൊണ്ട് ഇരുചക്ര വാഹന ടെസ്റ്റ് നടത്താൻ കഴിയുമായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകില്ല. പകരം കാൽപാദം കൊണ്ട് ഗിയർ പ്രവർത്തിക്കുന്ന 95 cc എഞ്ചിൻ പവറുള്ള വാഹനത്തിൽ തന്നെ ഇരുചക്ര വാഹനത്തിലുള്ള ടെസ്റ്റ് നടത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളിൽ പരിശീലനം കൊടുക്കരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പ്രതിദിനം ഒരു MVAയും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട എണ്ണവും നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു RTO കീഴിൽ ഒരിടത്ത് ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ ആകെ 30 പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ 20 പേർ പുതിയ ആപ്ലിക്കേഷൻ നൽകിയവരും 10 പേർ നേരത്തെ പരാജയപ്പെട്ടവരായിരിക്കണമെന്ന് ആണ് നിജപ്പെടുത്തിയത്. ലേണേഴ്സ് ടെസ്റ്റിന് സമാനമായിട്ട് 30 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനത്തിൽ, അതായത് ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ, കാറിലാണെങ്കിൽ അതിൽ ഡാഷ്ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കണം. അത് മുഴുവൻ റെക്കോർഡ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനം റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഈ റോഡ് ടെസ്റ്റ് നടത്താറുണ്ട്. അത് പാടില്ല. റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റോഡിൽ വെച്ച് തന്നെ ഈ ടെസ്റ്റ് നടത്തണം എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകർ ഇതിനു വേണ്ട കോഴ്സ് പാസ്സായിരിക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ മെയ് 1 മുതൽ മെയ് 1 പ്രാബല്യത്തിൽ വരേണ്ടത്. സനൂപ, ഇനി 3 മാസം തികച്ചില്ല. ഈ സമയം കൊണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററുകളിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ ഗ്രൗണ്ട് ടെസ്റ്റ് ഇതിനു വേണ്ടി സജ്ജീകരിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ വാഹനങ്ങളിൽ ക്യാമറ മറ്റുമൊക്കെ ഘടിപ്പിക്കേണ്ടതുണ്ട്. ഡ്രൈവിംഗ് പരിശീലകർ അവരൊക്കെ കോഴ്സ് പാസ്സാകണം. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു സമയം ലഭ്യമാകൂ എന്നാൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു നിജസ്ഥിതി കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തുന്ന ആ ഗ്രൗണ്ട്, അത് നേരത്തെ പരന്ന ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ കമ്പി അടിച്ച് തന്നെ നടത്തുന്ന രീതിയായിരുന്നു. പക്ഷെ അത് പോരാ. പകരം കാരണം ഇപ്പോൾ ഈ ബമ്പടക്കം സജ്ജീകരിക്കണം. അതിൽ തന്നെ ഈ വാഹനം ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്ത് തന്നെ കയറ്റവും ഇറക്കവും ഉള്ള രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കണം. അതിനകത്തുകൂടെയാണ് ആ ചിത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള രീതിയിലാണ് ഈ കാറിന് ഈ എച്ച് ഒഴിവാക്കിയിട്ടുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റ്. അതായത് വിദേശ രാജ്യങ്ങൾക്ക് സമാനമായിട്ട് കർശനമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ശരി. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കരണവുമായി പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ആർ.ബി. സനൂപ്.